100 മെഴുകുതിരി കത്തിച്ചോളാന്ന് പറഞ്ഞു നേർച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഗാലറി പരുതിയത് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മമ്മി ഉമ്മയായിരുന്നു എനിക്ക്. അയ്യോ മമ്മി പാവമാണ്. ടിക്ടോക്ക് ഞങ്ങൾ ദൈവം എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? അതെ, എല്ലാവർക്കും സുഖാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്ഥലമൊക്കെ മാറി സേഫ് ആയിട്ട് കാറ്റൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ പോലീസ് വന്നോട്ടോ ഞങ്ങളെ പിടിക്കാൻ വേണ്ടിട്ട്. ഞങ്ങള് എന്താന്ന് വെച്ചാൽ നമ്മള് വണ്ടി അവിടെ ഇവിടെ കേട്ടി മലേന്റെ മേലെയും താഴെയും പല പല സ്ഥലത്തായിട്ടല്ലേ നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് നിർത്തിക്കൊണ്ടിരുന്നേ. അപ്പൊ പോലീസ് വന്നു. ആദ്യം 2 ലേഡീസ് ഇട്ടോ, 2 ലേഡീസ് പോലീസുകാര് അല്ലെ, ലേഡി പോലീസ് വന്നു. എന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഇവിടെ നിർത്തിയത്, പിന്നെ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവര് വണ്ടിന്റെ ഇൻഷുറൻസും എല്ലാം ചെക്ക് ചെയ്തു കേട്ടോ. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ടാക്സ് ഉണ്ടോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. കുഞ്ഞിനെയും കൊണ്ട് നമ്മള് ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞായിരുന്നു അവരെ. നമ്മൾ മലേന്റെ മേലെ നിർത്തിയിട്ടില്ലേ, അവിടെ നമ്മൾ വണ്ടി കുറച്ച് കാലം നിൽക്കുന്ന കണ്ടപ്പം പൊന്നു കുഞ്ഞിനെയും കൊണ്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടിട്ട് പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടില്ലേ സൈഡിൽ, റോഡ് സൈഡിലൊക്കെ ആയിട്ട്. സേഫ് അല്ലാന്ന് അവര് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്നവര് പറഞ്ഞു, നമ്മളിങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് മേലെ ക്യാരവാനിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ടെന്നൊക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വന്നേ. അങ്ങനെ പോലീസ് വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് അവർ പോയിട്ടോ. അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കുഞ്ഞും കിടന്നുറങ്ങി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീണ്ടും പോലീസ് വന്നിട്ടോ. ഇവര് വേറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നു. ഒരു മെയിൽ പോലീസിനെ കൂടെ കൂട്ടിയിട്ട് ഒരു ആദ്യം വന്ന പുള്ളിക്കാരി വന്നു കേട്ടോ. എന്നിട്ട് ഇവര് വന്നിട്ട് കൂട്ടുകാരെ വാതില് 2 വശത്തുനിന്നൊക്കെ വരുന്നു. ഞാൻ വിചാരിച്ചു ദൈവം ഇതെന്താ, എന്ത് പ്രശ്നമുണ്ട്, ഇവിടെ നിർത്തിയിടാൻ പാടില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പൊ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ വിടും. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ പോകില്ല, അപ്പൊ വിസ വരും വരെ വെയിറ്റ് ചെയ്യണ്ട അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. അപ്പത്തേക്ക് പിന്നെ ഇറങ്ങി ചെന്ന് സംസാരിക്കൊക്കെ ചെയ്ത് അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ താമസിക്കുന്നത്. കുഞ്ഞ് കക്കേന്റെ പാടാട്ടോ. എന്നിട്ട് ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർ ഡീറ്റെയിൽസ് മൊത്തം പിന്നെ ഒന്നും കൂടെ എൻ്റെ ID കാർഡൊക്കെ ഡയറക്റ്റ് ആയിട്ട് കാണണം, നേരിട്ട് ഒറിജിനൽ കാണണം എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞു ബേബീനെ എവിടെയാ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകുന്നേ, അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. കുഞ്ഞിനെ കിടത്തുന്ന കാര്യങ്ങളും എല്ലാം നോക്കി ഉള്ളിൽ കയറി നോക്കി കുഞ്ഞിനെ നോക്കി, കുഞ്ഞ് ഓക്കെ അല്ലേ, കുഞ്ഞ് സേഫ് അല്ലേ നോക്കി കേട്ടോ. കാരണം കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഇവർക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇവിടെ. അപ്പം അവര് കുഞ്ഞ് സേഫ് അല്ലേ, എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. എന്നിട്ട് അവര് പറഞ്ഞു ഇപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ഇടം നമ്മളിപ്പോ ഉള്ള സ്ഥലം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിങ്ങൾക്ക് നിർത്തിയിടണമെങ്കിൽ നിർത്തിയിടുകയൊക്കെ ചെയ്യാം, എത്ര നാൾ വേണമെങ്കിൽ നിർത്തിയിടാം, എത്ര നാളെന്നല്ല നമ്മൾ അങ്ങനെ പറഞ്ഞു, യു ആർ ഓൾവേസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞു. അവര് പോലീസുകാർ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടത്തെ അവര് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും കേട്ടോ. കുറെ നേരം എടുത്തു. അവരുടെ ഇവിടെ ഒരു ക്യാമറ ഉണ്ടാവും, ബെൽറ്റിൽ തന്നെ ക്യാമറ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പപ്പോ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അപ്പപ്പോ ഡയറക്റ്റ് ആയിട്ട് അടിച്ച് അവരുടെ ചെവിയിൽ കണ്ടോ അവിടുന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നേ. വോക്കി ടോക്കി അല്ല വോക്കി ടോക്കി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ ഫോട്ടോ മാരേജ് കഴിഞ്ഞിട്ട്. ഞാനിപ്പോ ഇവർ 2 പേരും ഉറങ്ങിക്കൊണ്ടിരിക്കല്ലായിരുന്നു. അപ്പൊ ഞാൻ കുറെ കമന്റിന് റിപ്ലൈ തന്നു. അപ്പൊ ആ മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ. ഒരു കൂട്ടുകാരി നമുക്ക് അയച്ചത് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പിക്ക് ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഗാലറി പരുതിയത്. ഞാൻ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ഓൾഡ് പിക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കിട്ടി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസത്തെ ഫോട്ടോ. രണ്ടാമത്തെ ദിവസം ഞാൻ പറയാനാ. രണ്ടാമത്തെ ദിവസം എന്താ പറയാ, കുഞ്ഞേച്ചീന്റെ ഉടുപ്പ് ഇട്ടിട്ട്, എനിക്ക് കുഞ്ഞേച്ചീന്റെ ഉടുപ്പ് വന്നിട്ട് നമ്മൾ ഇട്ടിട്ട് അളിയനും ഞാനും നീയും കൂടെ പോയത് എവിടെയാ, മീൻ പിടിക്കാൻ.
അളിയന്റെ കൂടെ മീൻ പിടിക്കാൻ പോയി. അളിയൻ ഭയങ്കര ഫിഷറാട്ടോ. അത് തന്നെ, അത് ഞങ്ങളൊരു പാറക്കോറി ചെയ്തിട്ട് മീൻ പിടിക്കുന്ന കേട്ടോ. അളിയൻ ഭയങ്കര ചൂണ്ടയിടലാണ്. ഞങ്ങളപ്പോ സൈഡില് ഞങ്ങളപ്പോ ഒന്നിച്ച് ലൈൻ അടിക്കുന്നയാ. ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ലൈൻ അടിക്കുന്നു, അളിയൻ അവിടെ മീൻ. അപ്പൊ കൂട്ടുകാരെ ഞാന് ഓരോ ഫോട്ടോ എടുക്കും. ഇച്ചിക്ക് അത് ഓർമ്മയുണ്ടോ ഒന്ന് നോക്കാൻ പോക്ക് ഓർമ്മണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇത് ഇച്ച കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്റെ ഗാലറിയിൽ ഇതുണ്ട് എന്നുള്ളത് ഇച്ചിക്ക് അങ്ങനെ അറിയാം. ഇച്ച എന്റെ ഫോൺ അങ്ങനെ നോക്കാറൊന്നുമില്ല. അപ്പൊ ഇച്ചിക്ക് അറിയത്തൊന്നുമില്ല ഏതൊക്കെ ഫോട്ടോ ഏതില്ല ഉള്ളതെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പിക്ചറ് ഞാൻ ആദ്യം കൂട്ടുകാർക്ക് കാണിക്കേ. ഇതാണ് ഫസ്റ്റ് ഞാൻ വീട്ടിൽ വന്നപ്പോ എടുത്ത ഫസ്റ്റത്തെ പിക്ചറ്. നീന്റെ കൂടെ വന്നിട്ട് ആദ്യം എടുത്ത ഫോട്ടോ അല്ലേ? ആദ്യമായിട്ട് എടുക്കുന്ന ഫോട്ടോ നമ്മൾ രണ്ടു കൂടെ അല്ലേ? അല്ലേ പറയട്ടെ? കണ്ടോ? ഇല്ല. എന്താ പറ? ഫസ്റ്റത്തെ ഫോട്ടോ ഞാനും പൊന്നും കൂടെ മിറ്റത്ത് കേട്ടോ. മിറ്റത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോ അല്ലേ? ഏതാന്ന് പറയേ. ഞാനും പൊന്നും കൂടെ മിറ്റത്ത് നിന്ന് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ സെൽഫി അല്ല, എന്റെ കൂട്ടുകാരൻ എടുത്ത ഫോട്ടോ. ഞങ്ങൾ അതല്ല, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ഫസ്റ്റ് എടുത്ത ഫോട്ടോ. പൊന്നു നിലവിളക്ക് പിടിച്ച് കയറുന്ന ഫോട്ടോയാണ് കേട്ടോ. പൊന്നു ഞാനും കൂടെ നിലവിളക്ക് പിടിച്ച് കയറുന്നു. പപ്പയും മമ്മിയും വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആ ഒരു ഫോട്ടോ ആയിരിക്കും അളിയനെടുത്ത ഫോട്ടോ. അത് തന്നെ. അമ്മയത് അമ്മ വന്നപ്പോ മമ്മി വിളക്ക് അന്ന് കയറ്റിയെന്നതാട്ടോ ഇത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ. ഫസ്റ്റത്തെ ഫോട്ടോ ഞങ്ങളുടെ അളിയൻ. ട്രൗസർ എടുക്കുന്ന അളിയൻ. അതാണ് അളിയൻ കേട്ടോ. അളിയൻ ഞങ്ങൾക്ക് കുറെ സൂപ്പർ ട്രൗസറുകളുണ്ട്. പക്ഷെ ഇന്നലെ എന്റെ ട്രൗസർ മല കൊണ്ടുപോയില്ലേ, അതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. സാധാ വിഷമിയല്ലേ? വിഷമിച്ചിട്ട് കാര്യമില്ല. അടുത്തത് നിനക്ക് നേർച്ച ഉണ്ടായിരുന്നു. നേർച്ചയോ? ക്ലൂ അതാണ്. നീ എന്തിനായിരുന്നു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു ചീമമ്പള്ളിയില്? അയ്യോ, ചീമമ്പള്ളി ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ സെൽഫി. നമ്മള് മൂന്ന് പേരുടെ സെൽഫി അല്ലേ? എന്നെ എങ്ങനെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി 100 മെഴുകുതിരി കത്തിച്ചോളാം പറഞ്ഞു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 100 മെഴുകുതിരി കത്തിക്കാൻ പോയ എന്റെ സെൽഫിയാണത്. അതെ, 100. ഇപ്പൊ കുഞ്ഞേച്ചി പ്രസവിച്ച് കിടക്കാണ്. 9ാമത്തെ ദിവസമായിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ കുഞ്ഞേച്ചിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി വേറെ ഒരു സൂത്രമുണ്ട് കൂട്ടുകാരെ. നമ്മൾ 2 പേരും ഫസ്റ്റ് ആഘോഷിച്ച വിഷു. ഇത് കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ലൈന് ഇത് ഞങ്ങള് സ്നേഹിച്ചോണ്ടിരുന്ന സമയത്തുള്ള ഞങ്ങളുടെ ഫോട്ടോ കേട്ടോ. അതെ, കല്യാണത്തിന് മുന്നേ ഞങ്ങളൊരു വിഷുവിന് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയതാണ്. അപ്പൊ അവരുടെ വീടിന്റെ മുന്നേ തേയിലത്തോട്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് ഫോട്ടോയാ. അയ്യോ, ചെക്കനെ വിളി നോക്ക്. നീ വരെ കാണുന്നുണ്ടോ സ്കൈ? ഇതാട്ടെ അമ്മ അത്തയെ ആദ്യം എടുത്ത ഫോട്ടോ. ചെക്കൻ എന്നെ തോളത്തെ കൈയൊക്കെ ഇട്ട് കല്യാണ ഫോട്ടോ പോലെ ഇരിക്കുന്നത്. ഞാനും നീയും മോളിക്കുട്ടനും. പക്ഷെ മമ്മീനെ ഇവ മോളിക്കുട്ട നാട്ട വിളിക്കുന്നത്. അമ്മേന്റെ പേര് മോളിന്ന്, ഞാൻ വിളിക്കുന്ന മോളിക്കുട്ട നാട്ട വിളിക്കുക. അപ്പൊ മോളിക്കുട്ടനെ ഞാനും നീയും. ഫസ്റ്റത്തെ ഫോട്ടോ ഇതല്ലേ? കണ്ടോ കൂട്ടുകാർ, നിങ്ങൾ കണ്ടോ? കാണിക്ക് ഇതാ എന്നെ ഇവര് രണ്ടുപേരും കൂടെ ഊഞ്ഞാലാട്ടം കൊണ്ടുപോയതാട്ടോ. ഫസ്റ്റ് കണ്ടോ, ഊഞ്ഞാലടിക്കാൻ കൊണ്ടുപോയതാണേ. നമ്മുടെ പറമ്പില് മേലെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഒരു നെല്ലിമരത്തിനകത്ത് കെട്ടിയിട്ടേക്കുന്ന ഊഞ്ഞാലാണ്. ഇതാട്ടോ നെല്ലിമരം കൂട്ടുകാരെ. ഇതാണ് നെല്ലിമരം. ഈ മണ്ടൻ എവിടുന്ന ഇത് കയറി വന്ന ഈ പച്ച സാധനം. ഇതാണ് നമ്മുടെ ഊഞ്ഞാല്, നെല്ലിമരം. ഇതിലാണ് ഊഞ്ഞാലുള്ളത്. അവിടെ നിന്ന് ഊഞ്ഞാലാടിയുണ്ടല്ലോ, അതൊരു മല പോലെയാട്ടോ. നമ്മുടെ മമ്മി. ഈ പയ്യനെ നോക്ക്, പയ്യനെ. അയ്യോ, പിന്നെ ഇത് ഞാന് എനിക്ക് വലിയ പൊന്നൂന്റെ ടിക്ടോക്ക് ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് വരും. അപ്പൊ ഒച്ച ബാക്ക്ഗ്രൗണ്ടിൽ നീ പാടിക്കോ. ബാക്ക്ഗ്രൗണ്ടിൽ പാടാവേ. ഒച്ച ഒച്ച ഇട്ടാണ് നമ്മുടെ വീഡിയോ കളിക്കുന്ന പാട്ടാട്ടോ. ഡാൻസ് ആണ്. Amica cosita. Amica cosita. Amica cosita.
Ame Capacita. Oi, Ame Capacita. Sita. നീ ഇപ്പൊ കളിക്കുന്ന ഇച്ച കളിക്കുന്ന കേട്ടോ കേട്ടാ അതാ കോള് കുഞ്ഞാച്ചിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും വരാതല്ല, അപ്പൊ സന്തോഷിപ്പിക്കാൻ വേണ്ടി പിന്നെ ഇന്നൊരു ഫോട്ടോ ഉണ്ട് എന്റെ കയ്യില്. ഞങ്ങളുടെ ബെഡ്റൂമിലാ. ഞാൻ വീട്ടിൽ ചെന്നപാടെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഉടുപ്പൊന്നും മേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാ വെച്ചിട്ടുണ്ട് കുഞ്ഞേച്ചി ഞാൻ ഒരേ സൈസാണ്. കുഞ്ഞേച്ചിന്റെ കുഞ്ഞിലെ ഉടുപ്പൊക്കെ ഞാനായിട്ടോണ്ടിരുന്ന കേട്ടോ. പിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ കൂട്ടുകാരെ. കുഞ്ഞൻ ഇതാരെന്നറിയാ കൂട്ടുകാരെ? ഇതാരെന്തെങ്കിലും കമന്റ് ചെയ്യൂ കുഞ്ഞാരെ. പക്ഷെ കൂട്ടുകാരെ ഞാൻ വേണ്ടൊരു ക്ലൂ തരാം. പിന്നെ ഞങ്ങള് മൂന്നും എന്റെ ഫേവറേറ്റ് പിക്ചർ കേട്ടോ. നമ്മള് ചുന്ദരി കുഞ്ഞേച്ചി, ഇതാണ് നമ്മളെ കുഞ്ഞേച്ചി. ഞാനും കുഞ്ഞേച്ചിയും പൊന്നു ഞങ്ങള് 3 പേര് ഏകദേശം ഒരേപോലെ ഇല്ല കൂട്ടുകാരെ കാണാൻ. നിന്നെ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സാമ്യം ഉണ്ടോ, നിങ്ങൾക്ക് ആർക്കും തോന്നിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. കാണാവോ നിങ്ങൾക്ക് നല്ലോണം? കാണാം. ആണ് അത് അന്ന് എന്നെ കാണാൻ ഒരു ക്രൂരനെ പോലെ ഉണ്ടല്ലോ കുഞ്ഞാ അല്ലേ? ഇതെന്താന്നറിയോ, ഇത് 2020 ഞങ്ങൾ രണ്ടുപേരും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ. അപ്പൊ അതിന്റെ തലേന്ന് മുടിയൊക്കെ മുറിച്ച് സ്റ്റൈലാക്കിടുവാണ് കേട്ടോ. ഞങ്ങള് ഒന്നിനായിരുന്നു കേട്ടോ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഭയങ്കര ട്രയൽ നടക്കുമായിരുന്നു. സാരി ഉടുപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നെ സാരി എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചത് ഞാന്. അപ്പൊ സാരി എടുത്തിട്ട് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മമ്മി ഉമ്മയായിരുന്നു എനിക്ക്. അയ്യോ മമ്മി പാവം മമ്മി. ഞാൻ കാണിച്ചരാ, ഇതാണ് പപ്പയും മമ്മി. അന്ന് സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച്. ഇതൊക്കെ സാരിയൊക്കെ ഉടുപ്പിക്കുന്ന കുഞ്ഞേച്ചി കേട്ടോ. ഇത് പപ്പ, ഇത് മമ്മി, ഇത് കുഞ്ഞേച്ചിന്ന്. ഇത് കുഞ്ഞേച്ചിന്റെ സാരി ഞാൻ ഉടുത്തിരിക്കുന്നു. കുഞ്ഞേച്ചിന്റെ ബ്ലൗസ് കേട്ടോ. ഒക്കെ പാകായിരുന്നു. അണ്ടാ അവിടെ അതാണ് ഡൂഡു. കുഞ്ഞേച്ചി ഡൂഡു പ്രസവിച്ചിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ അത്. ഡൂഡു നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ പോലെ തന്നെ, ഡൂഡിനെ പോലെ തന്നെയാട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നേ. അപ്പൊ ഞങ്ങളെന്താ ഭയങ്കര റിഹേഴ്സൽ നടത്തുവാണ്. എന്താ രജിസ്റ്റർ മാരേജിന് ആകുമ്പോ സാരി ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിങ്ങൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാരി കൊടുത്തതാ. 2-3 സാരി എടുത്തു. കുഞ്ഞേച്ചിന്റെ ആയിരുന്നു ഇതൊക്കെ. എല്ലാം കുഞ്ഞേച്ചിന്റെ ഞാൻ എടുത്തിരുന്ന. ഞങ്ങള് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആഗസ്റ്റ് മാസം എത്തിയപ്പോ നമ്മള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓണത്തിന് നോക്കിയേ എന്തൊക്കെയോ മേശപ്പുറത്ത് ഫേവറേറ്റ് പിക്കാട്ടെ ഇത്. മമ്മി എനിക്ക് ഫസ്റ്റ് ഓണത്തിന് വാരി തരുന്നേ. എന്തൊക്കെ കറികളാലേ? എന്തൊക്കെയായിരുന്നു എന്നറിയോ? കുറച്ച് കറികളായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഓണം ആഘോഷിച്ചത് അപ്പോഴാട്ടോ. അടിപൊളിയായിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു? ചക്ക വറുത്തത്, അവിയല്, പപ്പടം, നുറുക്കൊക്കെ സദ്യന്റെ കൂടെ. അവിയല്, കാളൻ, തോരൻ എല്ലാം കുറയണായിരുന്നു. ശരി. പിന്നെ നിങ്ങൾക്ക് എന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് പിക്ക് ഇതാട്ടോ. ഇതാണ് ഞങ്ങളുടെ അളി കേട്ടോ. കുഞ്ഞേച്ചിന്റെ ഹസ്ബൻഡ് ആണ് അളിയൻ കേട്ടോ. ജിതിൻ സാമ്പോള് റൈന. അയ്യോ അമ്മ പുള്ള നമ്മുടെ റൈന കേട്ടോ. നമ്മളെ കാണാണ്ട് വിഷമിച്ചിരിക്കും. എത്ര നാളായി കണ്ടിട്ട്. നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും റൈനക്ക്. അപ്പൊ അത്ര അങ്ങനെയൊക്കെ ആയിരുന്നു കൂട്ടുകാരെ നമ്മുടെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള പഴയ ഫോട്ടോസും എന്തായാലും നല്ല മെമ്മറീസ് ആയി പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെയാ കൂട്ടുകാരെ. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് കാണുമ്പോഴല്ലോ നമുക്ക് വല്ലാത്ത മെമ്മറീസ് ആയിരിക്കും. അത് മാറ്റ്. കൊറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മെമ്മറീസ് ആയിരിക്കും. അപ്പൊ ഭയങ്കര രസം. ഞാൻ ഇച്ചനോട് വന്നിട്ട് ഇച്ച ഫസ്റ്റ് മേടിച്ചെന്ന ഉടുപ്പ് ഇതാട്ടോ. എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇത് ലോഹ പോലെ ഉണ്ടായിരുന്നു. ഇത്രയും ഓൾഡ് പിക്സ് ആട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ബാക്കി കുറെ ഫോട്ടോസ് ഒക്കെ ലാപ്പിലാട്ടോ. അതൊക്കെ നമ്മൾ നാട്ടില് വരുമ്പോ നിങ്ങളെ കാണിച്ചു തരാൻ കൂട്ടുകാരെ. അതെ, ബാക്കി എല്ലാം നാട്ടിൽ വരും കേട്ടോ. ഇപ്പൊ ഏകദേശം മമ്മി, പപ്പ, കുഞ്ഞേച്ചി, ഡൂഡ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും നിങ്ങൾ കണ്ടു. അളിയനെ പറഞ്ഞില്ലേ ഇവള്? എന്താടാ അങ്ങനെ പറയുന്നേ? അളിയനെ പറഞ്ഞില്ലെന്ന്
നിക്കേ ഒരാളെയും കൂടെ കാണിച്ചു തരണ്ട് പോസ്. അതാരാ? അപ്പൊ ഇനി എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഏറ്റവും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്നെ ഫേവറേറ്റ് മാറാൻ പോവാത്ത ഒറ്റൊരു പിക്ചറാണിത്. ഇതാണ് ഞങ്ങളെ ഡൂഡു. ഇതാണ് നമ്മുടെ ഡൂഡു. ഡൂണും കുഞ്ഞിപ്പണ്ണും ഏകദേശം ഒരേപോലെയൊക്കെ ആയിട്ട് ഇരിക്കുന്നേ. ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട് കുഞ്ഞിപ്പണ്ണും ഡൂഡും തമ്മില്. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മളെ പണ്ടത്തെ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 വർഷം മുന്നുള്ള ഫോട്ടോസ് ആട്ടോ ഇത്. അല്ലേ ചേ? 3 വർഷമായി. കറക്റ്റ് 3 വർഷമായിട്ടോ. ഇപ്പൊ എന്റെ പൊന്നെ നല്ല സന്തോഷമില്ല. ഇപ്പൊ പെട്ടെന്ന് പുറകോട്ട് പോയ പോലെ തോന്നില്ലേ? ഹാപ്പി ആയോ? ഹാപ്പി ആയില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ നാളെ കാണാം. നിന്നെ കാണാൻ ഡൂഡുച്ചേനെ പോലെ ഉണ്ട് കുഞ്ഞു.